നമസ്കാരം. കുട്ടികളുടെ മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ചിൽഡ്രൻസ് ഫണ്ടുകളെ പറ്റിയിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും ഈ ചിൽഡ്രൻസ് ഫണ്ടിനെ കൊണ്ട് എന്താണ് ഗുണം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശരിക്കും ചിൽഡ്രൻസ് ഫണ്ടിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വിവാഹം പോലെയുള്ള ചിലവുകൾ ഏകദേശം എത്ര രൂപയുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം, ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് ഒരു 20 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസത്തിലൊക്കെ ഒരു 20 ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 15 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു 20 വർഷത്തിനപ്പുറം ഏറ്റവും ചുരുങ്ങിയത് ഇത് ഒരു 50 ലക്ഷം രൂപയെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചിൽഡ്രൻസ് ഫണ്ടുകളുടെ ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന 50 ലക്ഷം രൂപയിലേക്ക് നിങ്ങളുടെ ചെറിയ വരുമാനം കൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുന്ന ഒരവസ്ഥയാണ്. പൊതുവേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികളോട് ചെറുപ്പകാലങ്ങളിലൊക്കെ നന്നായി പഠിക്കാനും നല്ല മാർക്ക് കാണിക്കാനൊക്കെ നമ്മൾ നിർബന്ധിക്കാറുണ്ട്, പലപ്പോഴും പേടിപ്പിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളാണ് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ മിനിമം ആ കുട്ടിയുടെ ആ സ്വപ്നങ്ങൾക്ക് കൃത്യമായിട്ട് പൂവണിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമ്മൾ തന്നെയാണ്. ഒരു കാരണവശാലും നമ്മുടെ സമ്പത്തില്ലായ്മ, നമ്മുടെ നിലവിലുള്ള ബുദ്ധിമുട്ട് കുട്ടിക്കൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ചിൽഡ്രൻസ് ഫണ്ടിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ചെയ്യുന്ന ചിൽഡ്രൻസ് ഫണ്ട് പലപ്പോഴും ലോക്കിൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് പണം ഒരു നിശ്ചിത കാലത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകതകൾ ഈ പറയുന്ന ചിൽഡ്രൻസ് ഫണ്ടുകളിൽ കണ്ടുവരാറുണ്ട്. പക്ഷേ അതിനെന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ഹൈ റിട്ടേൺസ് ആണ്. റിട്ടേൺസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏത് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ചിൽഡ്രൻസ് ഫണ്ടിൽ കാണാറുണ്ട്. രണ്ടാമത്, ഈ കാശ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ പറയുന്ന ഒരു ഫണ്ടിൻ്റെ ആവശ്യം നമ്മൾ ചൂസ് ചെയ്യണത് അതിലേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേരാനും ഇതുവഴി സാധിക്കുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും പല ഫണ്ടുകളും 5 വർഷം മാത്രമേ ലോക്കിന് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിക്ക് ഒരു 5 വയസ്സായി. ഈ 5 വയസ്സായ കുട്ടിക്ക് ഒരു 5 വർഷം ലോക്കിൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ എടുക്കുമ്പോൾ 10ാമത്തെ വയസ്സ് മുതൽ നമുക്ക് വേണമെങ്കിൽ വിഡ്രോവൽ പറ്റുന്നുണ്ടാവും. ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. എന്താവശ്യത്തിനാണോ നമ്മൾ പ്ലാൻ എടുത്തിരിക്കുന്നത് ആ ആവശ്യം നിറവേറുന്നത് വരെ, അത് ഒരൊറ്റ തവണയായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിലും SIP ആയിട്ടാണ് നടക്കുന്നതെങ്കിലും അതിനെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. ചെറിയൊരു കണക്ക് പറയാം. ഈ 50 ലക്ഷം രൂപ നമുക്ക് 2 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന്, ഈ പറയുന്ന 50 ലക്ഷം രൂപ നമുക്ക് 15 വർഷത്തിന് ശേഷമാണ് ആവശ്യം. 15ാം വർഷം ഒരു 50 ലക്ഷം രൂപ ലോൺ എടുക്കാം. ആ 50 ലക്ഷം രൂപയ്ക്ക് ഒരു 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ 10 ഇയേഴ്സാണ് ടെന്യൂർ എങ്കിൽ നമ്മൾ 1 കോടി രൂപ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, 1 കോടി രൂപ നമ്മൾ തിരിച്ചടവിലേക്ക് നമുക്ക് ഈ പറയുന്ന അവസ്ഥ നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടാവും. അതിന് നമ്മളൊരു 10 വർഷത്തേക്കാണെങ്കിൽ ഒരു 120 അടവുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 83,000 രൂപയോളം നമ്മൾ മന്ത്ലി തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് 15 വർഷത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ ചിൽഡ്രൻസ് ഫണ്ടുകളിൽ നമുക്കൊരു 20% റിട്ടേൺസ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് നമുക്ക് കൊടുത്ത് എന്താ പറയുക, എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ഫണ്ടുകൾ മാർക്കറ്റിലുണ്ട്. ഈവൻ 30% മുകളിലൊക്കെ ഇൻസ്പെക്ഷൻ തുടങ്ങി അന്നു മുതൽ റിട്ടേൺസ് കൊടുത്ത ഫണ്ടുകളൊക്കെ മാർക്കറ്റിലുണ്ട്. ആ ഫണ്ടുകൾ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം അതിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇതൊരു 20% കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു 6,000 രൂപ അല്ലെങ്കിൽ ഒരു 7,000 രൂപയ്ക്കുള്ളിലൊക്കെ നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 50 ലക്ഷം രൂപയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു കാരണവശാലും ചിൽഡ്രൻസ് ഫണ്ട് ഇൻ ബിറ്റ്വീൻ മുടക്കാതിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടാണ് നമ്മുടെ ഏക മാർഗം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പോയാൽ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, അതവരുടെ വിവാഹമായാലും നല്ല വിദ്യാഭ്യാസമായാലും ഒക്കെ നമുക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇതിലാകെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം, നിങ്ങൾ കൃത്യമായിട്ടുള്ള കമ്പനിയിൽ തന്നെ കൃത്യമായ ഫണ്ടുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ഇൻ ബിറ്റ്വീൻ അടവുകൾ മുടക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.